ഗായ്സ്, ഇന്ന് നമ്മുടെ വാവയുടെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ് കേട്ടോ. ലോങ് ട്രിപ്പ് എന്നൊന്നും പറയാൻ മാത്രമൊന്നുമില്ല. സംഭവം എറണാകുളത്തേക്ക് പോകാൻ കേട്ടോ. ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് വാവനെയും കൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ലോങ് പോണത്. പക്ഷെ വാവ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പോണതിൻ്റെ ഇടയിൽ പിന്നെ ജിഷ്ണാൻ്റെ ക്ലാസ് എടുത്തിട്ട് ഞാൻ വെച്ചിട്ട് ഭയങ്കര ഷോ ഇറക്കാണ് കേട്ടോ. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ വെറുതെ ചാറ പറയാന്ന് പറഞ്ഞിട്ട് എടുത്തു വിട്ടാൽ. അത് ഞങ്ങൾ പോണതിൻ്റെ ഇടയിൽ പിന്നെ ഏതാണ്ട് ഒരു അങ്കമാലിയൊക്കെ എത്താറായപ്പോഴാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയത്. കാരണം ആ ടൈമിൽ നല്ല തലവേദന ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല. നമുക്ക് മോർണിംഗ് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോണത്. അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു സ്നാക്സാണ് കേട്ടോ എടുത്തത്. കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇറച്ചിപ്പത്തിരി അങ്ങനെ എന്തോ ഒരു സാധനമാണ് കേട്ടോ. അതിൻ്റെ മൈദയുടെ ഇടയിൽ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ വരുന്നത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഹെവി ആയിരുന്നു കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മുടെ വയറ് നിറഞ്ഞ പോലെ ഫീൽ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ യാത്ര തിരിച്ചു. പക്ഷെ നമ്മൾ വേറെ പിന്നെ ഒരിക്കലും നിർത്താനൊന്നും നിന്നിട്ടില്ല കേട്ടോ. നമ്മൾ നേരെ തൃശ്ശൂർ ടു എറണാകുളം തന്നെയായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ കുടിക്കാൻ മാത്രമായിട്ട് നിന്നിട്ടുള്ളൂ. പക്ഷേ വാവ പിന്നെ വലിയ അലമ്പൊന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ വിചാരിച്ച് നിർത്തി പോകേണ്ടി വരും, കരയുന്നു ഒക്കെ. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഒരു 7:30 ആയപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ എത്തിയപ്പോൾ പിന്നെ ദേവുവിനെയും ചേച്ചീനെയും കണ്ടപ്പോൾ ഉണ്ണി പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട്. അവനാണ് ഈ പ്രായത്തിലുള്ള കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവരെ കൂടെ ഇരുന്ന് കളിച്ചോളും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ അവിടെ ചേച്ചിയുടെ അമ്മ വന്നിട്ട് പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സേമിയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആൾ പിന്നെ നല്ല കുക്കാണ് കേട്ടോ. പിന്നെ അവിടെ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബബിലും ദൈവവും കൂട്ടി അത് മുറിക്കണതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ മുറിച്ച് അതൊക്കെ കഴിച്ചു. പിന്നെ രാത്രിയിലത്തെ ഫുഡ് അടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. ഇത് മോർണിംഗ് ആണ് കേട്ടോ. മോർണിംഗ് ആയപ്പോൾ പിന്നെ അമ്മ ഇഡ്ഡലി, സാമ്പാർ, ചായ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ജിഷ്ണാനും ലാസ്റ്റാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഞങ്ങളിതാ കഴിക്കണ ഇടയിൽ പിന്നെ എന്തൊക്കെയോ പറഞ്ഞിരുന്നിട്ടാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പോകാമെന്നൊക്കെയാണ് ചേച്ചി അവിടെ നിന്നിട്ട് പറയണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ മുറ്റത്ത് ദേവുവിൻ്റെ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണീനെ അതും വരുത്തി ജസ്റ്റ് ഒന്ന് ആട്ടിയതാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ നേരം ജിഷ്ണായിട്ട് ആട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ ആട്ടി. പിന്നെ അവിടെ തന്നെ ഈ നമ്മുടെ ഈ ലവ് ബേർഡ്സ് അങ്ങനെ മീനുകൾ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഉണ്ണി ഭയങ്കര ഹാപ്പിയായി. കുറേ നേരം അതുപോലെ തന്നെ ഊഞ്ഞാലുമേക്ക് ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോത്തീസിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പാർക്കിങ്ങിലൊന്നും വലിയ കാര്യമായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഉണ്ണിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉലാത്താന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ദേവുവിനും ഈ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. ടാറ്റാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ നേരെ പോത്തീസിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ എന്തോ 50% ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിയുടെ വീട്ടിലുള്ളവർ പിന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഒരുവിധം വാങ്ങാറ്. പിന്നെ എന്തെന്ന് ഒറ്റയടിക്ക് വാങ്ങുമ്പോൾ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് കാണാം എന്നുള്ള ഒരു പ്ലാനിങ് മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഉണ്ണീനെ പിന്നെ ചേച്ചി എടുത്തു വിട്ടാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞിട്ട് അതും ഇതൊക്കെ പറഞ്ഞ് നോക്കി നടക്കണതാണ് ഈ കാണുന്നത്. പിന്നെ ഓരോരുത്തരും ഓരോ സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. നമ്മൾ വെറുതെ ഓരോ സംഭവങ്ങളെടുത്ത് പ്രൈസ് നോക്കി ഇങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ ബബ്ലു ഒന്ന് കിണുങ്ങിയിട്ടാ. അപ്പോൾ പിന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. പിന്നെ ദേവും ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ കൂടെ നടക്കുമായിരുന്നു കേട്ടോ. അതും ഇതൊക്കെ നോക്കിയിട്ട് പിന്നെ ചേച്ചി അച്ഛനും വലിയമ്മയൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് കുറച്ച് വീട്ടിലുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അവരത് നോക്കുമായിരുന്നു. പറഞ്ഞ പോലെ തന്നെ ഒരുവിധം എല്ലാ സാധനങ്ങൾക്കും നല്ല രീതിയിലേക്ക് തന്നെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഒന്നും വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ വെറുതെ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുക ഒരു രസമല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങൾ നോക്കി നടന്നു കേട്ടോ. എന്നാലും അതിൻ്റെ ഇടയിൽ 2-3 ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കംഫർട്ട്, പിന്നെ അതുപോലെ തന്നെ 69 കോംബോ വരുന്ന 2 പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പകൾ, പിന്നെ എന്തോ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന സാധനമില്ലേ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തോ 2-3 ഐറ്റം കേട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലൊക്കെ അടിച്ച് നേരെ പിന്നെ വീട്ടിലേക്ക് പോകാനാണ് ചെയ്തത്. വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ചേച്ചിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ട്. അങ്ങനെ അഞ്ചേച്ചിനെയൊക്കെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് സത്യമായിട്ടും അല്ലെങ്കിൽ എറണാകുളത്തേക്ക് വരുമ്പോൾ എനിക്ക് അടിക്കാറുള്ള ഒരു നൊസ്റ്റു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്ത സമയവും കാലവും ആ ഒരു ടൈം പീരീഡിനാണ് കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം അത്യാവശ്യത്തിന് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്തിട്ട് നടന്നിട്ടുള്ള ഒരു സ്ഥലം കൂടിയാട്ടോ എറണാകുളം.
ആ ഒരു സമയം നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. ഇനി അത് തിരിച്ച് കിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം കൂടിയും വരുന്നുണ്ട്. അപ്പം ഞാൻ ജോലി ചെയ്ത സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ വീട്ടിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഉണ്ണിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ തൃശ്ശൂർക്ക് വിടാനായിട്ടാ. അപ്പോൾ അത് അവരോട് ബൈ ബൈ ഒക്കെ പറയുകയാണ്. അപ്പോൾ ഉണ്ണി ടാറ്റ പറയുമ്പോൾ അങ്ങോട്ട് ചാടുകയാണ്. അവന് ചേച്ചിയമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാര്യമാണ്. ചേച്ചിയുടെ കൂടെയാണെങ്കിൽ പിന്നെ നമ്മളൊന്നും വേണ്ട, അന്വേഷിക്കുക പോലും ഇല്ല കേട്ടോ. ഉറക്കമാണെങ്കിലും എല്ലാം അതും ആളെ കൂടെ തന്നെയാവും. അത് നമ്മൾ അവിടെ നിന്ന് പിന്നെ നേരെ നമുക്ക് പിന്നെ തൃശ്ശൂർക്ക് പോകാണ്ടാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ നിർത്താനോ ഇതാക്കാനോ ഒന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.